അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വെൽക്കം 3D പ്രിന്റർ. ഞാനൊരു 3D പ്രിന്ററിൽ ഒരു ഫയൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഒരു ഫയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു സാധനം എനിക്ക് കാണിക്കാനുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇത് നിങ്ങളെല്ലാം കുറെ പേര് എനിക്ക് അയച്ചു തന്നൊരു സാധനമായിരുന്നു. ഇത് കണ്ട, ഇതൊരു നോർമലി ഇരിക്കുമ്പോൾ ഇതൊരു മുട്ടയാണ്. ഇതിങ്ങനെ പിടിക്കുമ്പോൾ കണ്ട, ഇതിങ്ങനെ ഇതാക്കുമ്പോൾ യെസ്, ലെറ്റ്സ് ഗോ. ഹായ് സന്റെ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു. ഇത് കണ്ട, തിരിച്ച് അതേപോലെ നമുക്കൊരു മുട്ടയാക്കാം. കണ്ട, ഇത് എങ്ങനെയാണ് തിരിച്ച് മുട്ടയാക്കുന്നേ? അതെ, കണ്ട, കൊള്ളാല്ലേ സാധനം? കൊള്ളാല്ലേ? ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഇതാക്കി നടക്കുന്ന ഇതൊക്കെ സിംഗിൾ പ്രിന്റാ. ബസ് അടിക്കാൻ ഞാൻ എല്ലാത്തിനെയും കേട്ടാ. ബസ് എന്നാ കാണാൻ പറഞ്ഞ എല്ലാത്തിൻ്റെ ബസ് മനുഷ്യന്റെ സമാധാനവും പോയി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈഗിൾ ഗെയിമിംഗ് ലൈവിൽ ഷഡ്ഡി മാറിയപ്പോൾ അത് മാറിയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് എനിക്കും കൂടെ ഹെയ്റ്റ് മേടിച്ചു തരാൻ കുറേ നമ്മൾ ഇതുവരെ ഒരു കോപ്പിറൈറ്റും കൊടുക്കാത്തതിന്റെ അഹങ്കാരമുള്ള കുറച്ച് അവന്മാരുണ്ട്. തമ്നെയിലൊക്കെ കാണുമ്പോണ്ടല്ലോ വെച്ചങ്ങ് കീറി കൊടുക്കാൻ തോന്നും. വെച്ചങ്ങ് തമ്നെയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. ഈഗിളിന് 1 കോടി രൂപയുടെ ബസ് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്, ഇനി ED വരുമോ? മറ്റേ സീരിയലൊക്കെ ഇല്ലേ, സീരിയലിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് സംഭവം. മനസ്സിലായേ? എൻ്റെ അമ്മ അടിച്ച്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ട് നമുക്ക്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. ആൻഡ് ഇന്നാണ് എനിക്കത് കയ്യിൽ കിട്ടിയത് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. ഗൈസ്, ഈ വണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഏതാണെന്ന്? നമ്മുടെ റാപ്റ്റർ, ആദ്യത്തെ റാപ്റ്ററാണ്. ഇതുകൊണ്ട് ഇത് നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഞാൻ എണ്ണിട്ട് നിന്ന് എൻ്റെ അത്ര ഉള്ളു. ഏകദേശം ഒരു ഇതുണ്ട്. നമുക്ക് കണ്ട സാധനം. എൻ്റെ പൊന്നു, ഇതെനിക്ക് എൻ്റെ ഗെയിമിംഗ് റൂമിൽ കൊണ്ടുവെക്കണം. ഗെയിമിംഗ് റൂമിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ ഞാൻ വെക്കുന്നില്ല. ഗെയിമിംഗ് റൂമിൽ കൊണ്ടുവെക്കുക. ഇത് നമുക്ക് കൊണ്ടുവന്ന കട്ട കമ്പനിയാണ് കേട്ടാ. കട്ട കമ്പനി, താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. മെമ്പർഷിപ്പ് അഗൈൻ. ഇത് അവരെനിക്ക് കൊണ്ടുവന്ന TV പിക്ചേഴ്സ് എന്നൊക്കെ ഉണ്ട്. കട്ട കമ്പനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവര്. ഇതാണ് സാധനം. ഒരു രക്ഷയില്ല. സച്ച് ആൻ ആർട്ട്, അത്രേ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഇടിയിലെ സാധനം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വണ്ടി, ആദ്യത്തെ റാപ്റ്റർ ഓർമ്മയുണ്ട്? ആ വണ്ടിയാണിത്. അതെനിക്ക് അത് തന്നെ എനിക്ക് കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് തന്നു. ഇതൊരു ആണിയുടെ പുറത്തായിരിക്കണം കേട്ടോ. ഇത് അങ്ങോട്ട് ഇതെങ്ങാണം ഇന്ന് ആലോചിക്കും, ഇതെങ്ങാണം താഴെ വീണ പീസാവും. ഇത് മറ്റേ ഇതുപോലെയാ, മനസ്സിലായോ? അതെ, നമ്മുടെ ലെഗോ ഇല്ലേ, ലെഗോ പോലെ. കട്ട കമ്പനി, താങ്ക് യു സോ മച്ച് ഗൈസ്, മീൻസ് എല്ലോട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അതിന്റെ കൂടെ എനിക്ക് അത് മാത്രം പറഞ്ഞ് നിർത്തിയാൽ പോരാ, എനിക്ക് അവർ ഒരു സാധനം കൂടെ തന്നിട്ടാ പോയതേ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ട, 4500 പീസ്. 4500 പീസ് ഉണ്ട് ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി. മിനിമം ബിൽഡ് ടൈം 50 മണിക്കൂർ. 50 മണിക്കൂറാണ് മിനിമം ബിൽഡ് ടൈം. ഇത് കണ്ട നിങ്ങൾ, എന്തൊരു സാധനോടെ ഇത് നോക്ക്. ഇത് കണ്ട ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി ഗൈസ്. എയർ സസ്പെൻഷൻ ഉണ്ടെന്ന് ഇതിന് എയർ സസ്പെൻഷൻ ഉണ്ട് ഇതിന് ആക്ച്വലി. എൻ്റെ അമ്മ, 24 hours ലൈവിലൊന്നും തീരൂലടാ ഇത് 48 മണിക്കൂർ എന്തോ വേണം ഇത് ബിൽഡ് ചെയ്ത് തീർക്കാൻ. കട്ട കമ്പനി, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത് കൂടാതെ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. അതും കൂടെ കാണിച്ചിട്ടെ നിങ്ങളെ. നോക്കിയേ, മോഡൽസ് നോക്കിയേ. സുപ്ര, ആദ്യത്തെ 2 സുപ്ര, മൂന്നാമത്തെ BMW M3, നാലാമത്തെ ടൊയോട്ട ടക്കോമ, അടുത്തത് മസ്ദ, അടുത്തത് നോക്കിയോ പോർഷെ 993, പോർഷെ 935, പോർഷെ 935, പോർഷെ ടൈക്കാൻ ടർബോ എസ്, പോർഷെ ടൈക്കാൻ ടർബോ എസ്. ഇത് രണ്ടും വേറെ വേറെ കളർ വേരിയന്റ്.
ഇതും കൂടാതെ പുള്ളി നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെക്കാൻ വേറൊരു സാധനം ഇവിടെ തന്നിട്ട് പോയി. ഇതും തന്നു. ആൻഡ് ഇതും പോരാഞ്ഞിട്ട് ഈഗിളിന്റെ ഒരു വലിയ മോതിരം കൊണ്ട് തന്നെനിക്ക്. ഇത്ര സാധനങ്ങളാ പുള്ളി തന്നിട്ട് പോയിരിക്കുന്നു വന്ന് കണ്ടിട്ട്. കണ്ട കമ്പനി, താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട് ബ്രദർ. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട്. താങ്ക് യു. ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകണം ഗൈസ്. ആൻഡ് ഇത് ഈ കാർ നമുക്ക്, ഈ ലംബോഗിനി നമുക്ക്, ഞാൻ സത്യം പറഞ്ഞാൽ മറ്റേത് ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നതാണ്, ലെഗോ മറ്റേത് ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നതാണ്. ഈ കാർ നമുക്ക് ലൈവ് കംപ്ലീറ്റ് ചെയ്താലോ? നിങ്ങളൊക്കെ ഇരിക്കുവോ? 48 മണിക്കൂർ മിനിമം ടൈമാ. പക്ഷെ കണ്ടിന്യൂസ് ഇരിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. കണ്ടിന്യൂസ് എങ്ങനെ 48 മണിക്കൂർ ചത്തുവോ? അല്ലെങ്കിൽ ലൈവ് ഓഫ് ചെയ്യാതിരിക്കണം. ലൈവ് ഓഫ് ചെയ്യാതെ കുറച്ചു നേരം ഉറങ്ങിയൊക്കെ. പക്ഷെ പ്രാന്തായി പോകും തോന്നുന്നു കേട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അടാ 5000 പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചത്തുപോവും. 4000 എത്ര ഉണ്ട്? സ്ലീപ്പിംഗ് ലൈവ് ഇട്ടാൽ മതി. സ്ലീപ്പിംഗ് ലൈവ് കൂടെ ചേർത്തിട്ടാണോ അങ്ങനെ? പക്ഷെ എനിക്ക് തോന്നുന്നു കിക്ക് സമ്മതിക്കില്ലെന്നിടാ. കിക്ക് അങ്ങനെ സമ്മതിക്കത്തില്ലെന്ന് തോന്നുന്നു. 24 hours മാക്സിമം ലൈവ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നോക്കട്ടെ, യൂട്യൂബിൽ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ. യൂട്യൂബിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, 12 മണിക്കൂർ ആകുമ്പോൾ യൂട്യൂബിൽ ഓട്ടോമാറ്റിക് കട്ടായി പോകും. വീണ്ടും അടുത്തടുത്ത പാർട്ടായിട്ട് ഇടേണ്ടി വരും. ഞാൻ എന്തായാലും നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പൊ എന്തായാലും കട്ട കമ്പനി, താങ്ക് യു സോ മച്ച്. മീൻസ് അല്ലോട്ടെ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ നമ്മുടെ പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ്ഡ് ഒരു സാധനം കിട്ടുന്നതാണ്. ഇത്രയും എക്സ്ട്രാ എനിക്ക് തോന്നുന്നു എത്ര രൂപയുടെ സാധനങ്ങളാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതിനൊക്കെ ആ ലംബോഗിനിക്കൊക്കെ നല്ല വിലയുണ്ട്. അപ്പൊ എന്തായാലും 5 ദിവസം കൊണ്ട് നോക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. താങ്ക് യു സോ മച്ച് കട്ട കമ്പനി. ലെഗോ പ്രൈസ് അത് ലെഗോ അല്ല ബ്രോ, അത് ഗൂളി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ലെഗോടെ പോലെ തന്നെ കുറെ ബ്രാൻഡ്സ് ഉണ്ട് ഗൈസ്. കുറെ ബ്രാൻഡ്സ് നമുക്കറിയാത്ത ഇഷ്ടംപോലെ ടോയ്സ് ബ്രാൻഡ്സ് ഉണ്ട് വെളിയിൽ, അറിയാവോ? അപ്പൊ അവരുടെ എന്തോ ഒരു പ്രൊഡക്റ്റ് അത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. അപ്പൊ നമുക്ക് നേരെ ബസ് താഴെ കിടക്കുന്നു. ഫുൾ ടൈം ഡീസൽ അടിക്കാൻ പോയേക്കുന്നു വിനീത്. ഇപ്പൊ കൊണ്ടുവരും. എന്നിട്ട് ഫേസ് ക്യാമിൽ കൊണ്ട് കാണിക്കാം. റൂമിനകത്തോട്ട് ഓടിച്ചോണ്ട് വരാം എല്ലാവന്മാരുടെ. വ്ളോഗ് എപ്പോൾ വരും? എടാ ഞാൻ പറഞ്ഞില്ലടാ, വ്ളോഗിന്റെ കുറച്ച് പാർട്സ് എനിക്ക് അന്ന് മിസ്സിങ് ആയിപ്പോയി, ധൃതി പിടിച്ചതാക്കിയപ്പോഴത്തേക്ക്. അപ്പൊ ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ പോകും. നാളെ 18 ഷോ. അപ്പം വീട്ടിൽ പോയിട്ട് ബാക്കി അതിനകത്ത് എടുക്കാനുള്ളതോടെ എടുത്തിട്ട് ഞാൻ നാളെ കഴിഞ്ഞ് വന്നിട്ട് അപ്ലോഡ് ചെയ്തേക്കാം ഗൈസ്. GTA ഒക്കെ അപ്ഡേഷനോ? എന്തിയുടെ ക്രോസ് എയർ? സാബ്ഗുരു ഗിഫ്റ്റ്. എടാ സാബ്ഗുരു ഗിഫ്റ്റ് ഇവിടെ എറണാകുളത്ത് വന്ന് ഇരിക്കുന്നടാ. ഞാൻ ഇതുവരെ പോയി മേടിച്ചില്ലടാ. സാബ്ഗുരുവിന്റെ ഗിഫ്റ്റ് ഇതുവരെ മേടിച്ചില്ല. പോയി മേടിക്കണം. ഞാനത് കുറച്ച് ഡിലേ ആയിപ്പോയി. അത് കുറച്ച് ദൂരത്തായിരുന്നു, നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. അതാണ് പ്രശ്നം. സാബ്ഗുരുവിന്റെ ഗിഫ്റ്റ് പോയി മേടിക്കണം. ഡിസ്കോഡ് ഓപ്പൺ ചെയ്തില്ല. 18 എവിടെ? 18 മുസ്ലിയാർ കോളേജിലാണ് നാളെ പരിപാടി. മുസ്ലിയാറില് എഫ്റ്റിൻ ഫയൽസ് കണ്ടു. ഒന്നും പറയാൻ, അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ ഉണ്ടോ? ഇന്നല്ലെന്ന് തോന്നടാ. ഇൻസ്റ്റ ID ഏതാണ്? ഈഗിൾ ഗെയിമിംഗ്. ബ്രോ ഇപ്പൊ പറഞ്ഞു തന്നെയാണ് എൻ്റെ ഇൻസ്റ്റ ID. എല്ലാവരും ഉണ്ടല്ലോ ഗൈസ്. ഈ റിയാക്ഷൻസ് മാത്രം കാണുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ, നമ്മുടെ ലൈവ് കാണാതെ റിയാക്ഷൻസ് കാണുന്നേ. അവരൊക്കെ എന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുന്നത് ഈഗിൾ ഡിസ്കോഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ, അതാണ് എൻ്റെ റിയാക്ഷൻസ് മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. അതാണ് ഞാനെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കണേ. ഇപ്പോഴും എല്ലാവരും അങ്ങനെ വിചാരിച്ചിരിക്കണേ. എന്തൊരവസ്ഥയല്ലേ. നമ്മൾ ഈ തൊണ്ടയും കളഞ്ഞ് ശബ്ദവും കളഞ്ഞ് ഒരു ദിവസം 5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് സ്ട്രീം ചെയ്യുന്നതൊക്കെ വെറുതെ. ഏതെങ്കിലും ഒരുത്തന് എൻ്റെ തല മാത്രം കട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ ഡിസ്കോഡ് റോൾ വെച്ച ലക്ഷങ്ങൾ അറിയിച്ച് ലക്ഷങ്ങൾ. ഞാൻ നേരത്തെ എൻ്റെ പ്രൊഫൈലിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ ഈ 1 മില്യൺ 2 മില്യൺ ഒക്കെ ഞാൻ എന്നേ അടിച്ചേനെ. അല്ലേ വൈറൽ തുള്ളി സത്യത്തിൽ. അതെല്ലാം വെട്ടിയിട്ടിരുന്നെങ്കിലേ എന്തിന് പറയാനാന്ന് പറ. ഇമോട്ടലി ആക്കുവാണ്. വലിയ സീനില്ല ഗൈസ്. ഈ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ബാക്കി കമന്റിൽ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവരെ സപ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. വേണ്ട. അത് വേണ്ട.
ഇതൊക്കെ പുതിയതായിട്ട് വന്നവരാ. നമ്മൾ കുറച്ച് ദിവസം ഈ താറ്റോ ഇഗ്നോർ ചെയ്യാൻ ചെയ്യുമ്പോൾ അങ്ങ് പൊക്കോളും, കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും വെൽക്കം സെയിം കേസ്. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, 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 വെൽക്കം. ഇതൊന്ന് സിറ്റിയിലൊന്ന് കയറിയിരുന്നെങ്കിൽ. അത് പോയിന്റ് പിന്നല്ല. ഗൈസ് ഇന്ന് ഷോർട്ട് സ്ട്രീം ആണേ. ഇന്ന് വണ്ടി ഓടിച്ച് ഇനി വീണ്ടും പത്തനംതിട്ട വരെ പോണം. അയ്യോ വയ്യടേ, ഞാൻ വയ്യാതായി എനിക്ക്. സിയർസാന്റെ ബർത്ത്ഡേ ആണല്ലേ? ഓ ഞാൻ ഇന്ന് കുറെ പേര് സ്റ്റോറി ഇട്ടേക്കുന്നത് കണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ലെജൻഡ്. നെയ്മർ ഓൾസോ. നെയ്മറിന്റെ ബർത്ത്ഡേ ആണോ? രണ്ട് ലെജൻസ് ഒരുമിച്ചാണല്ലോ ജനിച്ചത്. എടാ നെയ്മറിന് എത്ര വയസ്സുണ്ടറാ? നെയ്മർ ഏജ് 34. ഓക്കെ ഓക്കെ. റൊണാൾഡോ, അയ്യോ റൊണാൾഡോ 41. അവര് തമ്മിൽ 6 വയസ്സിന്റെ ഡിഫറൻസ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. 34 41 35 41. നെയ്മർ ഒരു ഗെയിമറാണ്, അറിയത്തില്ല നിങ്ങൾക്കൊക്കെ. ശ്യാംകുമാർ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. പുള്ളി കുറെ ഗെയിംസ് കളിക്കും, പുള്ളി കോമ്പറ്റേറ്റീവ് ഒക്കെ കളിക്കുന്നുണ്ട്. നെയ്മർ പുള്ളി എല്ലാത്തിലും ഭ്രാന്തനാണ് അതിൽ കേട്ടാ. കുറെ ഗെയിംസ് കളിക്കും പുള്ളി. ഇടയ്ക്ക് സീജ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സീജ് ഭയങ്കര ഇഷ്ടമാണ്. സീജ് പുള്ളി ഇടയ്ക്കിരുന്ന് കളിക്കുന്നത് കാണാമായിരുന്നു. CSGO കളിക്കും, സീജ് കളിക്കും. വാലറന്റ് പുള്ളിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല കേട്ടോ, ഇഷ്ടമല്ലെന്ന് പറഞ്ഞായിരുന്നു വലുതായിട്ട്. PUBG കളിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രീ ഫയർ കളിക്കുമെന്നോ? നെയ്മർ ഫ്രീ ഫയർ കളിക്കുവോ? അറിഞ്ഞൂടാ കേട്ടാ, ഞാൻ കണ്ടിട്ടില്ല, സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. യെസ് കളിക്കും. ഓക്കെ. TGL ഉണ്ടായിരുന്നോ? നെയ്മറാ? നീ ആരെ പറ്റി പറയണേ? ഫുട്ബോൾ കളിക്കണ നെയ്മറിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കണത്. അത് അങ്ങനെ പറയണം. ഇതെന്താ ക്യൂ പൊസിഷൻ 7/131 നിൽക്കുന്നേ? സത്യമാ ബ്രോ, KMC ഉണ്ടായിരുന്നു. ഞാൻ ഫുട്ബോൾ കാണത്തില്ലെന്ന് പറഞ്ഞാൽ നീയൊക്കെ എന്നെ പൊട്ടനാക്കണ ആളാ. നീയൊക്കെ കളിപ്പുള്ളയാണ് നിന്റെയൊക്കെ. ആരും ഒരാൾ വന്ന് 1 കോടി രൂപയുടെ ബസ് തലയിൽ വെച്ച് തരുന്നു, അടുത്ത ദിവസം വന്നിട്ട് നെയ്ബർ TGL ഉണ്ടെന്ന് പറയണ്. ഞാൻ ഇതെല്ലാം വിശ്വസിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുക. ഇങ്ങനെ ഇല്ലറ പ്രശ്നമല്ലേ എല്ലാത്തിനും. ഇതെന്താ ഇത് കേറാത്ത? എനിക്ക് ഒന്നുകൂടെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കണക്ട് ചെയ്തോട്ടെ ഗൈസ്. എൻ്റെ ഡിസ്കോഡ് കണക്ട് ആയില്ലെന്ന് തോന്നുന്നു. ഓക്കെ. ഇന്നത്തെ എൻ്റെ ഫ്രൂട്ട്സ് വന്നു. ഓക്കെ താങ്ക് യു. സ്ട്രോബെറിയും ആപ്പിളും. ഗൈസ് ഒരു അപ്ഡേറ്റ് പറയാനുണ്ടേ, പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മള് മറ്റേ ക്രിയേറ്റേഴ്സിന്റെ ടീം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ടീം ഇപ്പോൾ ഒരു ടൂർണമെന്റ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇനി അവിടെ ചെന്നാൽ മുട്ടുകാലല്ലേ ഇടിക്കുമെന്ന് പറഞ്ഞവര്. അപ്പോൾ ആ ടൂർണമെന്റ് ഇനി നമ്മൾ കളിക്കുന്നുണ്ടാവില്ല. അവിടെ എന്തൊക്കെ പ്രശ്നമായി, അത് അടിയും വഴക്കുമൊക്കെ ആയി. അതുകൊണ്ട് ഗബ്രിയെ കളിപ്പിച്ചില്ല കൈസ് ഇന്നലെ. ഗബ്രി നമ്മൾ ഇന്നലെ 9 പേരെ വെച്ച് ഇറങ്ങേണ്ട വന്നു. ഞാനും കളിക്കാൻ പോയില്ലല്ലോ. ഞാൻ മൈൻഫൊക്കെ ആയിപ്പോയി. ആദ്യത്തെ കളി കളിക്കാൻ പറ്റാതെ ഞാൻ മൈൻഫൊക്കെ ആയിപ്പോയി. അപ്പോൾ കളിക്കാൻ ആളില്ലായിരുന്നു. ഗബ്രിയെ കളിച്ചില്ല. അവർ 9 പേരെ വെച്ചാൽ കളിച്ച. എന്ത് ചെയ്യാൻ പറ്റും? കണ്ട് കാര്യമായി. അതെ വൈ അങ്ങനെയല്ലടാ. അത് ഗബ്രി കുറെ എന്താ സ്റ്റേറ്റും അതൊക്കെ കളിച്ചിട്ടുള്ള ആളല്ലേ. സ്റ്റേറ്റ് സോണൽസോ എന്തൊക്കെയോ കളിച്ചിട്ടുള്ള ആളാ.
അപ്പൊ അതിന് പ്ലേയേഴ്സിന് ലിമിറ്റ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരെ ടീമിൽ കളിക്കാൻ പാടില്ല. ഇത് അമേച്ചർ ടൂർണമെന്റ് അല്ലേ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ടീമിൽ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ടോക്കൊക്കെ ആയി എന്തൊക്കെയോ പ്രശ്നമായതാ. മനസ്സിലായോ? അല്ല ഞാൻ ഇനി എനിക്ക് ഇങ്ങനത്തെ ടൂർണമെന്റ് കളിക്കാൻ ഭയങ്കര ഇതാ ഗൈസ്. സത്യം പറഞ്ഞാൽ സമാധാനത്തിന് സന്തോഷത്തിന് ഈ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിക്കറ്റ് കളിക്കാൻ പോണേ. അവിടെ ചെന്ന് പ്രഷർ എടുക്കാൻ വയ്യ. നമ്മള് ഞാൻ ഇറങ്ങുന്നത് 4-മോ 5-മോ ഒക്കെയാ. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കിന് എന്തായാലും ടാർഗറ്റ് നല്ലൊരു ഇത് വേണ്ട. ഞാൻ നേരെ വരും, അടിക്കും, ഒന്നുകിൽ റൺ അടിക്കും അല്ലെങ്കിൽ ഔട്ടാവും. ഞാൻ അങ്ങനെ കളിക്കണേ. പക്ഷെ എനിക്ക് അങ്ങനെ സമാധാനം ഇല്ലാതെ ഈ പ്രഷർ എടുത്ത് കളിക്കാൻ വയ്യ. സന്തോഷത്തിൽ കളിക്കുന്ന സമയത്ത് ഇത് ടൂർണമെന്റ്സിലും പോയിട്ട് ഈ ലൈവിന്റെ ഒക്കെ ഇടയ്ക്ക് ഇരുന്ന ആൾക്കാർ അപ്പോൾ കുറെ എണ്ണം ലൈവിലും വരും. എനിക്കത് ഭയങ്കര പ്രഷറാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ അല്ലാതെ നെറ്റ്സിലും ഇവിടെ നോർമൽ ഗ്രൗണ്ടിലൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ടൂർണമെന്റ് ഒക്കെ കളിക്കും. എനിക്ക് ടൂർണമെന്റ് ഒക്കെ കളിക്കാൻ ഭയങ്കര പ്രഷറാണ്, പേടിയാ, പ്രഷർ മാച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടേ. അതാണ് നല്ലത്, എനിക്കതാണ് നല്ലത്. ബെറ്റർ അതെ.